എന്ന് വെച്ചാൽ 10-35 കോടി രൂപയുടെ മത്സ്യസമ്പത്താണ് കഴിഞ്ഞ വർഷം കയറ്റി അയച്ചത്. അപ്പോൾ ഡീപ് സീ ഫിഷിംഗ് കൂടെ നടത്തി കഴിഞ്ഞാൽ അത് 35,000 കോടി എന്നുള്ളത് 10 ലക്ഷം കോടിയിലേക്ക് കടക്കും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മോഡിജി അതിനകത്ത് ഇടപെട്ടത്. നമസ്കാരം. കൊല്ലം വാടി കടപ്പുറത്താണുള്ളത്. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്കും രണ്ടാം മോദി സർക്കാർ സാഗർമാല പദ്ധതി പ്രകാരം ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടി തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ബോട്ട് നൽകുകയുണ്ടായി. കേരളത്തിൽ ആകെ 10 ബോട്ടാണ് നൽകിയത്. പക്ഷേ കൊല്ലം ജില്ലയിൽ തന്നെ 5 ബോട്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുകയുണ്ടായി. ആ 5 ബോട്ടിൽ ഇപ്പോഴും ഒന്നും അത് ഉപയോഗമല്ലാത്ത രീതിയിൽ ആഴക്കടലിൽ പോയി മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിയായിട്ട് ഫിഷറീസിൽ സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണുള്ളത്. അദ്ദേഹത്തിനോട് കൊല്ലത്തെ സാമൂഹിക പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള ശ്രീ MK സലീം അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ഈ സാഗർമാല പദ്ധതി പ്രകാരം ആഴക്കടലിൽ പോകുന്ന ബോട്ടുകളും അത് ഏത് രീതിയിൽ വേണമെന്നും അത് എത്തരത്തിൽ ഇത് നിലച്ചുപോയി പദ്ധതി അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടതിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് ശ്രീ MK സലീം നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം വാടി കടപ്പുറത്താണ്. വാടി കടപ്പുറം വെരി ഫേമസ് ഫോർ ഫിഷിംഗ്. അപ്പോൾ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടാം മോഡി മന്ത്രിസഭയിൽ ഞാനൊരു പ്രോജക്റ്റ് നമ്മൾ ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി മന്ത്രിക്ക് കൊടുത്തായിരുന്നു. അദ്ദേഹം വന്ന് അന്നത്തെ ഫിഷറീസ് മിനിസ്റ്റർക്ക് കൊടുത്തു. എന്താ വെച്ചാൽ ഡീപ് സീ ഫിഷിങ്ങിനെ പറ്റി അത് സാഗർമാല പദ്ധതിപ്പെടുത്തി ഭയങ്കര സംഭവമാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മോഡി ആദ്യം കയറിയപ്പോൾ 2014 കയറിയപ്പോൾ അദ്ദേഹം ഒരു ഭയങ്കര സംഭവമൊക്കെ ആക്കിയതാണ്. പക്ഷെ ഒന്നും ഇതുവരെ നടന്നില്ല. ആകെ കൂടി നടന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത ഇതിനകത്ത് വെച്ച് ആ പ്രപ്പോസലിൽ വെച്ച് ഗഡ്കരി അന്നത്തെ ഫിഷറീസ് മിനിസ്റ്റർക്ക് കൊടുത്തിട്ട് ഫിഷറീസ് മിനിസ്റ്റർ നമ്മളോട് ഒരു വാക്കുപോലും ചോദിക്കാതെ അദ്ദേഹം എന്താ ചെയ്ത് അദ്ദേഹം മംഗലാപുരത്തിലൊരു ഡോക്കിൽ കൊടുത്തിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത എക്സ്പെർട്ടൈസ് അല്ലാത്ത ഏതൊരു ഡോക്കി കൊടുത്തിട്ട് ഏതാണ്ട് 10 ഡീപ് സീ ഫിഷിംഗ് എന്ന് വെച്ചാൽ ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് വെച്ചാൽ മത്സ്യബന്ധനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്മളെ GDP പൊക്കുന്നൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ 10-35 കോടി രൂപയുടെ മത്സ്യസമ്പത്താണ് കഴിഞ്ഞ വർഷം കയറ്റി അയച്ചത്. അപ്പോൾ ഡീപ് സീ ഫിഷിംഗ് കൂടെ നടത്തി കഴിഞ്ഞാൽ അത് 35,000 കോടി എന്നുള്ളത് 10 ലക്ഷം കോടിയിലേക്ക് കടക്കും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മോഡിജി അതിനകത്ത് ഇടപെട്ടത്. അപ്പോൾ പക്ഷേ സംഭവിച്ചെന്തോ 10 ഓർഡർ കൊടുത്തിട്ട് 5 കൊല്ലത്ത് കൊണ്ടുവന്ന് കൊടുത്ത് ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ കൊണ്ടും കുറച്ച് പൈസ ഇടിപ്പിച്ചിട്ട് അത് ഇറക്കി. ഒരു വർഷം ഇതാ മിക്കതും കട്ടപ്പുറത്തിരിക്കുക, ഒരെണ്ണം പോലും ഓടുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. സത്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മന്ത്രി ഉണ്ടല്ലോ, കേരളത്തിൻ്റെ മന്ത്രി ജോർജ് കുര്യൻ, വെരി നൈസ് മിനിസ്റ്റർ വിൽ ബി. അപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എലിമെൻ്ററി കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പം ഇത് ഇറക്കി കൊടുക്കാൻ മോഡി മടയനായിട്ടൊന്നും അല്ലല്ലോ. എൻ്റെ പിറകെ കാണുന്ന വള്ളം, ആ വള്ളത്തിൽ പോയി 10,000 രൂപയുടെ സാധനം പിടിക്കുകയാണെങ്കിൽ ഈ ഇറക്കി കൊടുത്ത ആക്ച്വൽ വള്ളങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 1 ലക്ഷത്തിൻ്റെ മത്സ്യങ്ങൾ പിടിച്ചുകൊണ്ട് വരാൻ പറ്റും 2-3 ദിവസം കൊണ്ട്. പക്ഷേ അതിന് സർട്ടൻ പ്ലാനിങ് വേണം. അതിൻ്റെ പറഞ്ഞ ആൾ അവിടെ ഇരിക്കുന്ന ഓഫീസർമാർക്ക് എടുത്ത് കൊടുത്തിട്ട് മന്ത്രി വിചാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെപ്പോലുള്ളവരെ കൂടെ വിളിക്കണം എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ആ പ്രോജക്റ്റ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് മന്ത്രി വന്ന് എന്തുകൊണ്ട് ഈ ഇറക്കി കൊടുത്ത കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇറക്കി കൊടുത്ത ഈ ബോട്ടുകളുണ്ടല്ലോ, കൊല്ലത്ത് തന്നെ വന്നാൽ കാണാം. അപ്പോൾ എന്തുകൊണ്ട് അത് ഓടിക്കുന്നില്ല? ഫീസിബിൾ അല്ല. അപ്പോൾ അത് അവർ കട്ടപ്പുറത്ത് കയറ്റി വെച്ചേച്ച് ഈ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും പഴയതായി എൻ്റെ പിറവിന് കാണുന്ന ബാക്കിൽ കാണുന്ന അവർ പഴയ വള്ളങ്ങളിൽ കയറി പോവുക. അപ്പോൾ എന്താണ് റിയൽ കോസ് എന്ന് പറയുന്നത്? there are a lot of things to be studied. അപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധ, ജോർജ് കുര്യൻ മന്ത്രിയുടെ ശ്രദ്ധ ഇതിലോട്ട് വിളിക്കുകയാണ്. കേരളത്തിൽ ഒരു വലിയൊരു മഹാ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റും ഈ ഡീപ് സീ ഫിഷിങ്ങിൻ്റെ ഇവരെ പ്രാപ്തരാക്കിയാൽ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതിൽ കൊല്ലത്ത് വരണം. കൊല്ലത്ത് വന്ന് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ആരൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക, ആരൊക്കെയാണ് കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. കോടിക്കണോ രൂപാല ആയിരുന്നു അന്നത്തെ മന്ത്രി. കൊല്ലത്ത് വന്നാൽ അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തത്, അന്നത്തെ കേന്ദ്രമന്ത്രി. അതുകൊണ്ട് വന്ന് കണ്ടിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ ഇത് മറ്റൊരു പൊൻതൂവലായിരിക്കും മോഡി സർക്കാരിന്.